ഹലോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്കിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്തെന്ന് പറഞ്ഞാൽ നമ്മൾ സമൂസ എങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം, അതിൻ്റെ ഷീറ്റും കാര്യങ്ങളും എല്ലാം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ അതിനായിട്ട് ആദ്യം കുറച്ച് മൈദ എടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ കൈ കൊണ്ട് ഇളക്കി കൊടുക്കണം. ഇനി കുറച്ച് സൺഫ്ലവർ ഓയിൽ അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇപ്പം സാധാരണ എണ്ണയാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഒരു 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നല്ലപോലെ കൈ കൊണ്ട് ഇളക്കി കൊടുക്കണം. കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനകത്തോട്ട് ഒഴിച്ച് നമ്മൾ ചപ്പാത്തി കുഴക്കണ പരുവത്തിയാക്കി എടുക്കണം. അതിന് അപ്പം നല്ലപോലെ കുഴച്ച് കൊടുക്കാം. അങ്ങനെ നമുക്ക് വേണ്ട പരുവത്തിനായിട്ടുണ്ട്. ഇനിയിപ്പം ഇതിനകത്തുനിന്ന് കുറേ പീസുകൾ ഉണ്ടാക്കണം. നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചിട്ട് മാറ്റുന്നതിൻ്റെ കൂട്ട് തന്നെ. പക്ഷേ നമ്മളിവിടെ ചെയ്തപ്പോൾ ഒരു തെറ്റ് പറ്റി. ഇത്രയും വലിയ പീസ് സത്യം പറഞ്ഞാൽ വേണ്ട. നമ്മളിത് പരത്തി വരുമ്പോഴത്തേനും വലിയൊരു പീസായി മാറും. അതുകൊണ്ട് ഇത്രയും വലിയ പീസ് നമുക്ക് വേണ്ട. ചെറുതായിട്ട് ഇങ്ങനെ റൗണ്ട് ഷേപ്പിലാക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് ഇതൊന്ന് പരത്തി എടുക്കണം. അതിനായിട്ട് ആ പരത്തേണ്ട സ്ഥലത്ത് നമുക്ക് കുറച്ച് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് വെച്ചിട്ട് സാധാരണ ഒരു രീതിയിൽ പരത്തി എടുക്കുക. അപ്പം നമുക്ക് ഒന്ന് പരത്തി കൊടുക്കാം. ഇതുപോലെ നമ്മൾ റൗണ്ടുകളാക്കിയ ഇതെല്ലാം പരത്തി എടുക്കണം. ഇനി നമ്മൾ പരത്തിയ ഇത് നമ്മൾ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ അതിൻ്റെ മുകളിലോട്ട് തടവി കൊടുക്കണം. നല്ലപോലെ തടവി കൊടുക്കണം. അപ്പം തടവി കൊടുത്തിട്ട് കുറച്ച് മൈദ പൊടി അതിൻ്റെ മണ്ടയ്ക്കോട്ട് ഇട്ട് കൊടുക്കണം. അപ്പം നല്ലപോലെ കവറാവുന്ന രീതിയിൽ ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് അടുത്ത പരത്തിയ ഈ ഷീറ്റ് എടുത്ത് നമുക്ക് അതിൻ്റെ മണ്ടയ്ക്കോട്ട് വയ്ക്കാം. ഇനി സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നല്ലപോലെ പരത്തിയിട്ട് മൈദപ്പൊടി ഇട്ടിട്ട് ഈ ഒരു സ്റ്റെപ്പ് തന്നെ ഒരു 3-4 വെച്ചിട്ട് നമ്മൾ പരത്തണം. അപ്പം വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യുക. അപ്പം നമ്മൾ 4 അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നല്ലപോലെ അങ്ങോട്ട് പരത്തി കൊടുക്കാം. അടിപൊളിയായിട്ട് പരത്തണം. നമ്മൾ പരത്തിയപ്പോൾ കുറച്ച് ഏറെ വലുതായിപ്പോയി. നിങ്ങൾ വലുതാവാതിരിക്കാൻ ശ്രമിക്കുക. എന്ന് പറയുമ്പം ആ ബോൾ ചെറുതായിട്ടുണ്ടാക്കാൻ ശ്രമിക്കുക. നമ്മൾ നല്ലപോലെ പരത്തി കൊടുക്കുക. ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് പാൻ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. അങ്ങനെ നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം. നമ്മുടെ പാനിനകത്ത് ഇത് കൊള്ളത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇനി 2ആയിട്ട് മുറിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊള്ളിച്ചെടുക്കാം. എന്ന് പറയുമ്പം ഇത് 2-3 വട്ടം തന്നെ തിരിച്ചിട്ട് കൊടുക്കണം. ജസ്റ്റ് ഒന്ന് പൊള്ളി കിട്ടിയാൽ മതി. പുറകെ ഇങ്ങനെ പാടുകളൊന്നും വരരുത്. നമുക്ക് ചെറിയൊരു പിഴവ് പറ്റി, അതിൻ്റെ വീഡിയോ കാണാനുണ്ട്. അപ്പം നമ്മൾ പൊള്ളിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഷീറ്റുകളായിട്ട് മുറിക്കുക. എന്നിട്ട് ഓരോ ഷീറ്റ് എടുത്തിട്ട് ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ എടുക്കുക. അപ്പം നമുക്ക് ഒരു സമൂസയ്ക്കുള്ള ഷീറ്റ് കിട്ടും. അപ്പം ഇതുപോലെ വീഡിയോ കാണുന്നതിൻ്റെ കൂട്ട് എടുക്കുക. നമുക്ക് ചെറിയൊരു പ്രശ്നമൊക്കെ പറ്റിയായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടുന്നത്. പക്ഷെ എന്നാലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ കൂട്ടെടുക്കണം. അതിനായിട്ട് ആദ്യം ഇടുന്ന സവാള, ക്യാരറ്റ്, മുളക്, കിഴങ്ങ്.
അപ്പം ഇത്ര നമ്മൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് സ്റ്റൗ ഒന്ന് കത്തിച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. അതിനായിട്ട് നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തു. പിന്നെ നമ്മൾ ഓരോ സാധനങ്ങളും ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. ക്യാരറ്റ്, സവാള, കിഴങ്ങ്, മുളക്, അപ്പം എല്ലാം നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഇത് നല്ലപോലെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. അപ്പം നല്ലപോലെ വഴറ്റുക. ഇപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞ് മുളക് പൊടി ഇട്ട് കൊടുത്ത് നല്ലപോലെ വഴണ്ട് കഴിഞ്ഞ് എന്നിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ നല്ലപോലെ വഴണ്ട് കഴിഞ്ഞ് ഇത് ലോ ഫ്ലെയിമിലാക്കി നമുക്കൊന്ന് അടച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചേക്കണം. ഇത്രയും നേരം നമ്മൾ ഹൈ ഫ്ലെയിമിലായിരുന്നു വെച്ചത്. അപ്പം ഇത് റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതൊന്ന് പൊക്കി നോക്കണം. ആഹാ, അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഗ്യാസ് ഒന്ന് ഓഫാക്കി കൊടുക്കാം. നല്ലപോലെ ഇട്ട് ഗ്യാസ് ഒന്ന് ഓഫാക്കി കൊടുക്കാം. നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. കൂട്ട്, നമ്മുടെ സമോസയുടെ അകത്ത് വയ്ക്കാനുള്ള കൂട്ട്. ഇനി നമ്മൾ കുറച്ച് മൈദപ്പൊടി എടുത്തിട്ട് ഒരു 2-3 സ്പൂൺ വെള്ളം ഒഴിച്ച് ഒരു പശ രൂപത്തിലാക്കി എടുക്കണം. അപ്പം നല്ലപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതങ്ങ് മാറ്റി വെച്ചിട്ട് ഒരു പ്ലേറ്റ് എടുത്ത് നമ്മൾ ഒരു ഷീറ്റ് എടുക്കണം. എന്നിട്ട് വീഡിയോ കാണുന്ന പോലെ മടക്കണം. എന്നിട്ട് നമ്മുടെ കൂട്ടെടുത്തിട്ട് ആ ഷീറ്റിനകത്തോട്ട് വെച്ച് കൊടുക്കണം. പിന്നെ ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ നമ്മൾ മുമ്പേ ഒരു കൂട്ടുണ്ടാക്കിയായിരുന്നു പേസ്റ്റ് പോലെ മൈദയും കൊണ്ട്. അപ്പം അതവിടെ അങ്ങനെ തേച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചെടുക്കാം. കറക്റ്റ് ഒരു സമോസയുടെ ഷേപ്പ് വരുന്ന രീതിയിൽ ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി നമ്മൾ എണ്ണ ചൂടാക്കി ഇതൊന്ന് വറുത്തെടുക്കുകയാണ് വേണ്ടത്. ഇതൊന്ന് വറുത്തെടുക്കുകയാണ് വേണ്ടത്. അപ്പം ഇത് പെട്ടെന്ന് തന്നെ വറുത്ത് കിട്ടും. നമ്മൾ വറുത്ത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ ഒന്ന് മാറ്റി വയ്ക്കണം. നല്ലപോലെ എണ്ണയൊക്കെ കളഞ്ഞിട്ട് വേണം. ഒരു ന്യൂസ് പേപ്പറിലോ ടിഷ്യൂ പേപ്പറിലോ എല്ലാം എടുക്കാൻ ശ്രമിക്കുക. അതാകുമ്പം നമ്മുടെ എണ്ണയൊക്കെ നല്ലപോലെ പോകും. നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടുണ്ട് കേട്ടോ. അടിപൊളി, ഒരു രക്ഷയില്ല. അപ്പം സംഭവം അടിപൊളിയായിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം. സോ ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണെന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേര്.